തിരുവനന്തപുരം മൃഗശാലയിലെ നിയമനക്കോഴ ആരോപണത്തിൽ പരാതി ലഭിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ആരോപണം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും ഇതുവരെ ആരും പരാതിപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. കീപ്പർ തസ്തിക നിയമനത്തിനായി AITUC യൂണിയൻ സെക്രട്ടറി ബിജു 2 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന സംഭാഷണം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. ഇങ്ങനെയുള്ളത് ചോദിച്ചോ ഇല്ലയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അറിയാൻ വയ്യ. ഞാൻ മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത്. നമുക്ക് പരാതി കിട്ടിയാൽ ഞങ്ങൾ അന്വേഷിക്കും. അത് ആരോപണം മാത്രമേ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളൂ. ആരും ഒരു പരാതിയായിട്ട് നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടില്ല. പരാതി വന്നാൽ തീർച്ചയായിട്ടും അന്വേഷിക്കും. അരുൺ സോളമനുണ്ട് വിവരങ്ങൾ നൽകാൻ. അരുൺ, റിപ്പോർട്ടറാണ് ഈ വാർത്ത പുറത്തുവിട്ടത് തെളിവ് സഹിതം. ഇതിൽ മന്ത്രി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒരു പരാതി ലഭിച്ചാൽ, അതായത് മാധ്യമങ്ങളിലൂടെ മാത്രമാണ് ഈ വാർത്തയെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളത്, പരാതിയൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. പരാതി ലഭിച്ചാൽ നടപടി എന്നുള്ളത് അല്ലേ? അതുതന്നെയാണ് ശ്രുതി. ഇത് ആദ്യത്തെ സംഭവമല്ല. മൃഗശാലയിൽ ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് തന്നെ സമാനമായ രീതിയിൽ നിയമനം ലഭിച്ച ചില വ്യക്തികളുണ്ടായിരുന്നു. ആ വാർത്തയും റിപ്പോർട്ട് TV പുറത്തുവിട്ടിരുന്നു. അന്ന് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ തന്നെ അതിൽ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും നാളിതുവരെയും അതിലൊന്നും തന്നെ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും 2 ലക്ഷം രൂപ ഈ കീപ്പർ തസ്തികയിൽ അതും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് AITUC-ന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ബിജു 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ട ഒരു ശബ്ദ സംഭാഷണമാണ് നമ്മൾ പുറത്തുവിട്ടത്. ഇതിന് പുറമേ തന്നെ AITUC-ന്റെ നേതാവായിട്ടുള്ള സുനിൽ മതിലകമുണ്ട്, ജോയിന്റ് കൗൺസിൽ ഉദയലാൽ അടക്കമുള്ളവർ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഈ നിയമിക്കപ്പെട്ടവരിൽ നിന്ന് പണം ആവശ്യപ്പെടുന്ന ഒരു വസ്തുത പുറത്തു വന്നിരുന്നു. എന്തായാലും പണം നൽകാൻ കഴിയാത്തതിൽ ചില ആൾക്കാർക്കൊന്നും അവിടെ നിയമനം കിട്ടാത്തൊരു സ്ഥിതിയാണുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ മന്ത്രി ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കുന്നത്. അതേസമയം പരാതി വന്നാൽ നടപടിയെടുക്കാം, കർശനമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം എന്തായാലും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതിൽ മൃഗശാലയിൽ തന്നെ ജീവനക്കാരുടെ സംഘടനയായിട്ടുള്ള AITUC-ന്റെ സെക്രട്ടറി കൂടിയാണ് ബിജു എന്തായാലും ഇത് തിരസ്കരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പണം ഇത്തരത്തിൽ വലിയൊരു എമൗണ്ട് ആവശ്യപ്പെട്ടിട്ടില്ല. പല ആൾക്കാർക്കും ജോലി നേടിക്കൊടുക്കാൻ സഹായം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ബിജു വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കൃത്യമായിട്ട് ഇന്റർവ്യൂ, അതായത് ഡയറക്ടർ ബോർഡിൽ നിന്നും ഇന്റർവ്യൂ നടത്തിയാണ് ഇത്തരത്തിൽ അവിടെ നിയമനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള ചിഞ്ചുറാണി വ്യക്തമാക്കിയിരിക്കുന്നത്. ആരും തന്നെ ഈ ഒരു തസ്തികയ്ക്ക് മോശപ്പെട്ട വ്യക്തികളല്ല. കൃത്യമായിട്ടുള്ള ഇന്റർവ്യൂ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ നിയമിക്കപ്പെട്ടത്. അവരിൽ നിന്ന് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പരാതിപ്പെട്ടാൽ നടപടിയെടുക്കുമെന്നാണ് ശ്രുതി ഇക്കാര്യത്തിൽ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മൃഗശാലയിലെ നിയമനക്കോഴ ആരോപണത്തിലാണ് പരാതി ലഭിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയത്.